ഹായ്, നിങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്ന് ഒരു മുളകും തൈ നട്ടായിരുന്നു. കുറച്ച് മുളകുകൾ എടുത്ത് പാകിയിട്ടേ അതിൽ 2-3 തൈകൾ മുളച്ച് വന്നു. അപ്പം അതിലാണെങ്കിൽ പൂ ഇട്ടുകൊണ്ടിരിക്കണ്ടായിരുന്നു, പക്ഷെ അത് ചാടി പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഒന്നും നന്നായി കിട്ടണ്ടായിരുന്നില്ല. പൂവിടും ചാടിപ്പോകുന്നത് തന്നെ. അപ്പോൾ അങ്ങനെ മുളകൊന്നും ഉണ്ടാവാണ്ട് വന്നപ്പോൾ ഞാൻ പറിച്ച് കളഞ്ഞാലോ എന്ന് ഓർത്തു. അപ്പോൾ ചേട്ടായിനോട് പറഞ്ഞപ്പോൾ ചേട്ടായി പറഞ്ഞു, പറിച്ച് കളയണ്ട, നമുക്കതിലെന്തെങ്കിലും ഒരു വളം ചെയ്യാമെന്ന് പറഞ്ഞ് ചേട്ടായി ഒരു വളം ചെയ്തു തന്നു. അത് ഞാൻ അതിൽ പ്രയോഗിച്ച് ഇപ്പോൾ അത് ഏകദേശം മുളകുകളൊക്കെ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട്. അവിടെ എവിടെയൊക്കെ ആയിട്ട് മുളകുകൾ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് മുളക് തൈ. അപ്പോൾ 3 അതിൽ മുളച്ച് വന്നു. അതിൽ ഒരെണ്ണത്തിലാണ് ശരിക്കും പൂവിട്ട് മുളകുണ്ടായി തുടങ്ങിയേക്കണേ. ഇപ്പോൾ ഇതിൽ പൂവിട്ടിട്ട് തുടങ്ങിയിട്ടുള്ളൂ. അപ്പോൾ നമുക്കൊരു തക്കാളി ഇരിക്കുന്നുണ്ട്. ആ തക്കാളിയും കൂടി അതിൽ പാകി കൊടുക്കാമെന്ന് ഓർത്താണ്. അപ്പം തക്കാളി നമുക്ക് തക്കാളി എഴുതിക്കുക. അതെന്താണെന്ന് വെച്ചാൽ വെയിലില്ലാത്തതുകൊണ്ട് ഇത് ഉണക്കാൻ പറ്റിയില്ല. നമുക്ക് ഇതിലേക്ക് പിഴിഞ്ഞ് വെച്ച് കൊടുക്കാം. നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ അതിൽ കിടന്ന് മുളയ്ക്കും. സാധാരണ ചീഞ്ഞ തക്കാളിയൊക്കെ നമ്മൾ എറിഞ്ഞ് കളഞ്ഞ് കഴിയുമ്പം കിടന്ന് മുളയ്ക്കണേയല്ലേ, അതുപോലെ മുളയ്ക്കായിരിക്കും എന്ന പ്രതീക്ഷ പായി കൊടുക്കാൻ പറ്റും. തക്കാളികളെ പഞ്ഞി കുറച്ച് ദിവസം നോക്കാം ഇതെന്തായി തീരുമെന്ന്. തിരിയൊന്നുമില്ല, കുറച്ചുണ്ടായിരുന്നു. അത് ഒരു തക്കാളിയുടെ ഉണ്ടായിരുന്നു, അത് അതിലേക്ക് വെച്ചിട്ടുണ്ട്. നമുക്ക് നോക്കാം, 2 ദിവസം കഴിഞ്ഞ് കഴിയുമ്പോൾ ഒന്ന് നോക്കാം. അപ്പോൾ എല്ലാവരും ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെടുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് വരാം കേട്ടോ.